ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഫെബ്രുവരി 14 അല്ലേ? അപ്പം ഹാപ്പി വാലന്റൈൻസ് ഡേ ടു എവ്രി വൺ. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ റാപ്പ് ചെയ്യായിരുന്നു. വാലന്റൈൻസ് ഡേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആഘോഷിക്കാനൊക്കെ, വലുതായിട്ടല്ല ചെറുതായിട്ട്. അപ്പം കുഞ്ഞ് ഗിഫ്റ്റ് ആണെങ്കിലും അത് വാങ്ങിച്ച് നമ്മളൊരാൾക്ക് വേണ്ടി റാപ്പ് ചെയ്തൊക്കെ കൊടുക്കുമ്പം അതൊരു ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ കിട്ടുന്ന ആളുടെ ഫേസിലെ സ്മൈലും കാണാൻ അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ ഇന്ന് എന്തായാലും വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുമല്ലേ, നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കമോൺ. ചിക്കൻ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഞാനിവിടെ ലെഗ് ആൻഡ് തൈ ആണ് എടുത്തേക്കുന്നത്. ചിക്കൻ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കനിലേക്ക് കുത്തുക. ഞാൻ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്തിട്ടുള്ള സാധനം, അതായത് ഞാൻ കാനഡയിൽ വന്നിട്ട് ഇത്രയും കുക്ക് ചെയ്തിട്ടുള്ളൊരു സാധനം ഈ ചിക്കൻ മന്തി ആയിരിക്കും. ഞാനിതിനെ മന്തി എന്നാണ് പറയുന്നത്, പക്ഷേ ഇത് നമ്മുടെ ഒറിജിനൽ കിട്ടുന്ന ഒരു മന്തിയുടെ ആ ഒരു ഫ്ലേവറാണ്. വേറൊരു കൈൻഡ് ഓഫ് മന്തിയാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഞാൻ ഗസ്റ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരേ ഒരു ഐറ്റം ഈ ചിക്കൻ മന്തിയാണ്. ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. പിന്നെ മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും മതി. പിന്നെ എന്താ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മല്ലിയില, പുതിനയില, പിന്നെ ക്യാപ്സിക്കം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് ഞാൻ ഈ ചിക്കനിലോട്ട് ഇടാൻ പോകുന്നത് ക്രഷ് ചെയ്ത പെപ്പറാണ്. അടുത്തത് വേണ്ടത് ചിക്കൻ ക്യൂബാണ്. ഇതിനെ മാഗി ക്യൂബ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഇതിലൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിലേക്ക് പൊടിച്ചിടുക. മല്ലിയില, പുതിനയില, പിന്നെ ക്യാപ്സിക്കം എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കും. ഞാൻ കുറച്ച് മല്ലി ഇടുന്നുണ്ട്, മുഴുവൻ മല്ലി. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഇനിയും ജസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഡൺ. ഞാനിത് എപ്പോഴും ചെയ്യുമ്പം ഓവർനൈറ്റ് ഇങ്ങനെ ആക്കി മിക്സ് ചെയ്ത് ഫ്രീസറിൽ വെക്കും. നെക്സ്റ്റ് ഡേ എടുത്ത് കുക്ക് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ടൈം ഇല്ലാതായി പോയി. ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇത് ഉണ്ടാക്കും. കാരണം അമ്മാതിരി ടേസ്റ്റാണ് ഇതിന്. ഇതൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 hour ആയി. നമുക്കിനി കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി ഓയിൽ ആഡ് ചെയ്തുകൊണ്ട്. ഞാൻ കുറച്ച് പെപ്പർ അങ്ങനെ ഇടുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടു, അടച്ചു വെച്ചു, മാറിയിരിക്കുക, അത്രേ ഉള്ളൂ. മേക്ക് ഷുവർ ചെയ്യണം എല്ലാ ചിക്കനും കിടക്കാനുള്ള സ്ഥലം വേണമെന്ന്. ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാൻ പോവാം. ഇപ്പോൾ റൈസും ചിക്കനും എല്ലാം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 20 minutes നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, പീസൊക്കെ കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. നല്ല ചൂട് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, എന്തൊരു സിമ്പിളാണ്. ഉണ്ടാക്കുമ്പം പോലും നോക്കിപ്പോലും നിൽക്കണ്ട, അത്രയ്ക്ക് സിമ്പിളാണ്. എന്താല്ലേ, ഒരു വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു കപ്പിളായ ഞങ്ങൾക്ക് ആകെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ 10 to 15 minutes ആയിരുന്നു. ഒരാൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ആൾക്ക് പോകണം. എന്ത് ചെയ്യാനല്ലേ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുമെന്ന്. എന്തായാലും ഇന്നത്തെ ഡേ കളറാക്കാൻ എനിക്കിനി വേറെ ഒന്നും വേണ്ട. പിന്നെ നമ്മുടെ സർപ്രൈസ് മന്തി അങ്ങോട്ട് എടുത്ത് കാച്ചി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.